നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. FSCTOയുടെ നേതൃത്വത്തിൽ ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തി. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TM ഹാജറ ഉദ്ഘാടനം ചെയ്തു. പാരാമെഡിക്കൽ കോർഡിനേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DMO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയനിലം നടത്തുന്ന അതിജീവന യാത്രയ്ക്ക് ഞായറാഴ്ച കോതമംഗലത്തും മൂവാറ്റുപുഴയിലും തൊടുപുഴയിലും സ്വീകരണങ്ങൾ നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിവൈഡറുകളിൽ റിഫ്ലക്ടറുകൾ ഘടിപ്പിക്കുകയും ഡിവൈഡറിൽ പെയിന്റിംഗ് നടത്തി അപകടകരമായ സാഹചര്യം ഒഴിവാക്കണമെന്ന് ആം ആദ്മി പാർട്ടി തൊടുപുഴ മുനിസിപ്പൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കരിങ്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആം ആദ്മി പാർട്ടിയിലെ ബീന കുര്യൻ മെമ്പറായി സത്യപ്രതിജ്ഞ ചെയ്തു. വാർത്തകൾ വിശദമായി. FSETOയുടെ നേതൃത്വത്തിൽ ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തി. തൊടുപുഴ സിവിൽ സ്റ്റേഷനിൽ നടന്ന പ്രകടനം NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TM ഹാജറ ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരും അധ്യാപകരും ചേർന്ന് നടത്തിയ പ്രകടനത്തിൽ സാമ്പത്തിക രംഗത്ത് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് സംസാരിച്ചു. കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിനെതിരെ ജീവനക്കാരും അധ്യാപകരും FSETOയുടെ നേതൃത്വത്തിൽ ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തി. തൊടുപുഴ സിവിൽ സ്റ്റേഷനിൽ നടന്ന പ്രകടനം NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TM ഹാജറ ഉദ്ഘാടനം ചെയ്തു. ഒരു BJP MPയുടെ പാസിന്റെ അടിസ്ഥാനത്തിൽ ആ പാർലമെന്റ് മന്ദിരത്തിനകത്ത് കടന്നു കയറിയ രണ്ടാളുകൾ വളരെ പെട്ടെന്ന് ആ പാർലമെന്റിലെ MPമാരിയിരിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വരികയും അവിടെ സ്മോക്ക് ഗൺ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ എത്രമാത്രം സുരക്ഷാ സംവിധാനത്തിലാണ് ഈ രാജ്യം പോകുന്നത് എന്ന് വളരെ ഗൗരവത്തിൽ നാം കാണേണ്ടതായിട്ടുണ്ട്. ആ പ്രശ്നങ്ങളാകെ പരിശോധിക്കപ്പെടേണ്ടുന്ന ഒരു ഘട്ടത്തിലാണ് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തോട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഇത്തരം സമീപനത്തിനെതിരെ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരുന്നത്. എന്താണ് ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥ? ഇന്ത്യൻ ഭരണഘടനയുടെ 18ാം ഭാഗത്താണ് ഈ ഇത്തരം അടിയന്തരാവസ്ഥകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. അതിൽ തന്നെ ആർട്ടിക്കിൾ 352 മുതൽ 60 വരെ വരുന്ന ഭാഗത്താണ് ഈ അടിയന്തരാവസ്ഥകൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് വീക്ഷിക്കുന്നത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അടിയന്തരാവസ്ഥ എങ്ങനെ നടപ്പാക്കിയെന്ന് നമുക്കറിയാം. കേന്ദ്ര സർക്കാർ സാമ്പത്തിക രംഗത്ത് കേരളത്തോട് അനുവർത്തിക്കുന്ന ഉപരോധ സമാനമായ പ്രതികാര നടപടിയുടെ ഫലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക പ്രയാസം. കേന്ദ്ര നികുതി വിഹിതമായും GST നഷ്ടപരിഹാരമായും റവന്യൂ കമ്മി ഗ്രാന്റായും ലഭിക്കേണ്ട തുകയിൽ വരുത്തിയ ഭീമമായ വെട്ടിക്കുറവും ധനകാര്യ ഉത്തരവാദിത്ത നിയമം അനുസരിച്ച് വായ്പ എടുക്കാനുള്ള സംസ്ഥാനത്തിന്റെ അവകാശത്തിന്മേൽ കേന്ദ്ര സർക്കാർ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതും കാരണം നടപ്പ് സാമ്പത്തിക വർഷം സംസ്ഥാന വരുമാനത്തിൽ 57,400 കോടി രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനു പുറമെയാണ് വിവിധ പദ്ധതികളുടെ കേന്ദ്രവിഹിതം യഥാസമയം അനുവദിക്കാത്തത് മൂലം ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ. നിരവധി പേർ പ്രകടനത്തിൽ പങ്കെടുത്തു. KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം AM ഷാജഹാൻ, FSCTO ജില്ലാ സെക്രട്ടറി CS മഹേഷ്, KGOA ജില്ലാ സെക്രട്ടറി റോബിൻസൺ P ജോസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ കേസിൽ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും നിവേദനം സമർപ്പിച്ചതായി അന്താരാഷ്ട്ര സമാധാന സംഘടനാ അംഗം ഡോക്ടർ ഗിന്നസ് മാഡസ്വാമി പറഞ്ഞു. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ കേസിൽ CBI കൊണ്ട് പുനരന്വേഷണം നടത്തണമെന്ന് അന്താരാഷ്ട്ര സമാധാന സംഘടനാംഗം ഡോക്ടർ ഗിന്നസ് മാഡസ്വാമി അറിയിച്ചു. ഈ ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനം തുടർ നടപടികൾക്കായി ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറി. കേസിലെ പ്രതിയെ മതിയായ തെളിവില്ലെന്ന കാരണത്താൽ കട്ടപ്പന അതിവേഗ കോടതി കഴിഞ്ഞ ദിവസം വെറുതെ വിട്ടിരുന്നു.
വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനും പോലീസിനും വീഴ്ച സംഭവിച്ചതായി കോടതി വിലയിരുത്തി. കേസിലെ വിധി പകർപ്പിലാണ് പോലീസിന്റെ വീഴ്ചകൾ കോടതി അക്കമിട്ട് നിർത്തിയത്. കുഞ്ഞ് കൊല്ലപ്പെട്ട് പിറ്റേ ദിവസമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ സംഭവസ്ഥലത്തെത്തിയതെന്നും കേസിൽ തെളിവ് ശേഖരിക്കുന്നതിലുൾപ്പെടെ പോലീസിന് വീഴ്ച സംഭവിച്ചതായും വിധി പകർപ്പിൽ പറയുന്നു. കുട്ടി കൊല്ലപ്പെട്ടതാണെന്നും ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ടെന്നുമുള്ള പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ ഇത് ചെയ്തത് പോലീസ് അറസ്റ്റ് ചെയ്ത അർജുനാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലെന്നാണ് കോടതി ഉത്തരവിലെ കണ്ടെത്തൽ. കേസിലെ ശാസ്ത്രീയ തെളിവുകളുടെ പോരായ്മ, കൊലപാതകം നടന്ന മുറിയിൽ നിന്നും തെളിവുകൾ ശേഖരിച്ചതിൽ പോലീസിനുണ്ടായ അപാകത തുടങ്ങിയ പോലീസ് വീഴ്ചകളാണ് പ്രധാനമായും കോടതി ചൂണ്ടിക്കാണിച്ചത്. കോടതി വിധിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടതോടെ കേസിൽ CBIയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും നിവേദനം സമർപ്പിച്ചതായി ഡോക്ടർ ഗിന്നസ് മാടസ്വാമി പറഞ്ഞു. വണ്ടിപ്പെരിയാറിൽ വെറും 6 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ കഴിഞ്ഞ ദിവസം കട്ടപ്പന അതിവേഗ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. തെളിവുകൾ ഇല്ലാത്തതിൻ്റെ പേരിലാണ് വെറുതെ വിട്ടത്. എന്തായാലും ഈ വിഷയം ഒരു കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്. വെറും 6 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ നാളിതുവരെ കണ്ടുപിടിക്കാത്തതോ അല്ലെങ്കിൽ യഥാർത്ഥ പ്രതി ആരാണെന്നുള്ളത് പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു CBI അന്വേഷണമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് എൻ്റെ നിവേദനം കൈമാറിയിരിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു CBI അന്വേഷണം ഉണ്ടായെങ്കിൽ മാത്രമേ യഥാർത്ഥ പ്രതി പുറത്തു കൊണ്ടുവരാൻ സാധിക്കൂ, നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കൂ എന്നതാണ് എൻ്റെ അഭിപ്രായം. 2021 ജൂൺ 30-നാണ് കുട്ടി കൊല്ലപ്പെടുന്നത്. ഒരു അസ്വാഭാവിക മരണം നടന്നിട്ടും അന്നേ ദിവസം പോലീസ് കുട്ടിയുടെ വീട്ടിലെത്തിയിരുന്നില്ല. കുട്ടിയുടെ രക്തമോ ശരീരസ്രവങ്ങളോ ശേഖരിക്കുകയോ ചെയ്തില്ല. പിറ്റേ ദിവസം മാത്രമാണ് പോലീസുകാർ അവിടെ എത്തുന്നത്. എന്നാൽ വിരലടയാള വിദഗ്ധനെ എത്തിച്ച് പരിശോധന നടത്തിയില്ല. തെളിവുകൾ സൂക്ഷിക്കുന്ന കാര്യത്തിൽ ശാസ്ത്രീയമായ രീതി അവലംബിക്കുന്നതിലും അന്വേഷണ ഉദ്യോഗസ്ഥൻ അലംഭാവം കാട്ടി. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമാണ് പോലീസ് കാര്യക്ഷമമായ അന്വേഷണം പോലും നടത്തിയതെന്നും വിധി പകർപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നു. പ്രതിക്കെതിരെ ചുമത്തിയ കൊലപാതകം, ബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച രാവിലെയാണ് കട്ടപ്പന അതിവേഗ പ്രത്യേക കോടതി അർജുനെ വെറുതെ വിട്ടത്. വണ്ടിപ്പെരിയാർ CI ആയിരുന്ന TD സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമായിരുന്നു കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ യഥാർത്ഥ പ്രതിയെ കണ്ടെത്താനും കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടത്താനും CBI തന്നെ പുനരന്വേഷണം നടത്തണമെന്നും സർക്കാർ ഈ വിഷയത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ചൂണ്ടിക്കാണിച്ചാണ് ഗിന്നസ് മാടസ്വാമി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയത്. ന്യൂസ് ബ്യൂറോ, പീരുമേട്. പാരാമെഡിക്കൽ കോർഡിനേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DMO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ PS രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിലും തൊഴിലിടങ്ങളും സംരക്ഷിക്കുക, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ചട്ടങ്ങളിലെ അപാകതകൾ പരിഹരിക്കുക, പൊതുജനാരോഗ്യം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇടുക്കി DMO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ഇടുക്കി ജില്ലയിലെ സ്വകാര്യ ലാബുകളുമായി ബന്ധപ്പെട്ട സംഘടനകളായ KPLOF, MLOA, KPMTA എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് മാർച്ചും ധർണയും നടത്തിയത്. MLOA ജില്ലാ പ്രസിഡന്റ് പ്രവീൺ ലാൽ അധ്യക്ഷത വഹിച്ച ധർണാ സമരം ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ PS രാജൻ ഉദ്ഘാടനം ചെയ്തു. ഓരോ ജില്ലയിലെയും DMO ഓഫീസിലിരിക്കുന്ന ആളുകളും എടുക്കുന്ന നിലപാടുകൾ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ലാബും മറ്റൊരു ലാബും തമ്മിലുള്ള അകലം എന്തായിരിക്കണം? ഇതിനകത്ത് കുറേ മാനദണ്ഡങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നതിനകത്ത് യാതൊരു മാനദണ്ഡങ്ങളുമില്ല. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഏതൊരു നിയമം ഉണ്ടാക്കുമ്പോഴും വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങളോടുകൂടി ആ റൂൾസിൽ അതിൻ്റെ വ്യക്തത വരുത്തിക്കൊണ്ട് വേണം ചെയ്യാൻ. MLOA ജില്ലാ സെക്രട്ടറി ബിനോയ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്രിനീത റോജൻ, അഭിജിത്ത് കണ്ണൻ, സിനോജ് മാത്യു, ബിനു സി ചാണ്ടി, ജോമോൻ എബ്രഹാം, ശോഭന സോമൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. നിരവധി പാരാമെഡിക്കൽ ജീവനക്കാരും പരിപാടിയുടെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയനില നടത്തുന്ന അതിജീവന യാത്രയ്ക്ക് ഞായറാഴ്ച കോതമംഗലത്തും മൂവാറ്റുപുഴയിലും തൊടുപുഴയിലും സ്വീകരണങ്ങൾ നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും സാമൂഹിക-സാമുദായിക ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അതിജീവന യാത്ര നടത്തുന്നത്.
കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില ഉറപ്പാക്കുക, വന്യമൃഗ ആക്രമണത്തിന് ശാശ്വത പരിഹാരം ഉടൻ കണ്ടെത്തുക, വന്യമൃഗ ആക്രമണത്തിൽ ജീവനും സ്വത്തും നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം അടിയന്തരമായി നൽകുക, JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ നടപ്പാക്കുക, പട്ടയ വിതരണത്തിലെ തടസ്സങ്ങൾ പരിഹരിക്കുക, കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക, സഭയെയും സഭാചിഹ്നങ്ങളെയും വിവിധ മാധ്യമങ്ങളിലൂടെ അവഹേളിക്കുന്നതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുക, ജനദ്രോഹ നികുതികളും ഫീസുകളും പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് അതിജീവന യാത്രയിൽ ഉയർത്തുന്നത്. ഗ്ലോബൽ സമിതി ഉയർത്തുന്ന 3 ആശയങ്ങൾ കത്തോലിക്ക കോൺഗ്രസിന് വേണ്ടി മാത്രമല്ല, ഈ സമുദായത്തിന് വേണ്ടി മാത്രമല്ല, പ്രത്യേകിച്ചും ആദ്യമുള്ള വന്യമൃഗ ആക്രമണത്തിൽ നിന്നുള്ള സംരക്ഷണം ലഭിക്കണം. അതൊരു പലപ്പോഴും സത്വര നടപടി മാത്രമായിട്ട് മാറുന്നു. അതൊരു ശാശ്വത നടപടിയായിട്ട് മാറണം എന്നുള്ള ആശയം സമസ്ത ജനവിഭാഗത്തെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഈ കോതമംഗലം റീജിയണിൽ ഏറെ യാതന അനുഭവിക്കുന്ന ആളുകളുണ്ട്. വന്യമൃഗങ്ങളിൽ അതിൻ്റെ ആക്രമണത്തിൽ നിന്നുണ്ടാകുന്ന അസ്വസ്ഥത മൂലം. രണ്ടാമതായിട്ട് നമ്മൾ കണ്ട കാര്യമാണ്, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് മുന്നോട്ട് നീങ്ങുന്ന കർഷകൻ, അവനെ സംബന്ധിച്ച് നടുവൊടിയുന്നൊരവസ്ഥയിലേക്ക് വരികയാണ്. ഒന്നിനും വിലയില്ല. അവന് സാധനം വാങ്ങണമെങ്കിൽ വലിയ വില കൊടുക്കണം. എന്നാൽ തൻ്റെ ഉൽപ്പന്നത്തിന് ആനുപാതികമായിട്ട് വില ലഭിക്കാതെ മൂലം ഉണ്ടാകുന്ന അസ്വസ്ഥത. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നിലം ജാഥ ക്യാപ്റ്റനായുള്ള അതിജീവന യാത്രയ്ക്ക് 12:30 മൂവാറ്റുപുഴയിലും 2:30 തൊടുപുഴയിലും 5 കോതമംഗലത്തുമാണ് രൂപതാ സമിതി സ്വീകരണങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. മൂവാറ്റുപുഴയിൽ നൽകുന്ന സ്വീകരണ പരിപാടി കോതമംഗലം രൂപത പ്രോട്ടോ സിഞ്ചലൂസ് റവറൻ മോൺസിഞ്ഞോർ ഫ്രാൻസിസ് കീരമ്പാറയും, തൊടുപുഴയിൽ നൽകുന്ന സ്വീകരണം ബിഷപ്പ് എമിരിത്തൂസ് മാർ ജോർജ് പന്നക്കോട്ടിലും, കോതമംഗലത്ത് രൂപത സിഞ്ചലൂസ് മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിലും ഉദ്ഘാടനം ചെയ്യും. കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം രൂപത ഡയറക്ടർ റവറൻ ഡോക്ടർ മാനുവൽ പിച്ചലക്കാട്ട്, പ്രസിഡന്റ് ജോസ് പുതിയടം, ജനറൽ സെക്രട്ടറി ജോൺ മുണ്ടങ്കാവിൽ, ട്രഷറർ ജോയി പോൾ, പബ്ലിസിറ്റി കൺവീനർ ജോർജ് മങ്ങാട്ട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. തൊടുപുഴ മങ്ങാട്ടുകവല വെങ്ങല്ലൂർ 4-വരി പാതയിലെ ഡിവൈഡറുകളിൽ റിഫ്ലക്ടറുകൾ ഘടിപ്പിക്കുകയും ഡിവൈഡറിൽ പെയിന്റിംഗ് നടത്തി അപകടകരമായ സാഹചര്യം ഒഴിവാക്കണമെന്നും ആം ആദ്മി പാർട്ടി തൊടുപുഴ മുനിസിപ്പൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. എത്രയും വേഗം പരിഹാരം ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനവും നൽകി. തൊടുപുഴ മങ്ങാട്ടുകവല വെങ്ങല്ലൂർ 4-വരി പാതയിലെ ഡിവൈഡറുകളിൽ റിഫ്ലക്ടറുകൾ ഘടിപ്പിക്കുകയും ഡിവൈഡറിൽ പെയിന്റിംഗ് നടത്തി അപകടകരമായ സാഹചര്യം ഒഴിവാക്കുകയും ചെയ്യണമെന്ന് ആം ആദ്മി പാർട്ടി തൊടുപുഴ മുനിസിപ്പൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. രാത്രിയിൽ വാഹനങ്ങളിൽ 4-വരി പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ എതിർദിശയിൽ നിന്നും വരുന്ന വാഹനത്തിന്റെ വെളിച്ചം മൂലം ഡിവൈഡർ കാണാൻ സാധിക്കാതെ വാഹനങ്ങൾ ഡിവൈഡറിൽ ഇടിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികളായ പുന്നൂസ് ജേക്കബ്, റൂബി വർഗീസ്, തങ്കച്ചൻ ജോൺ എന്നിവർ അറിയിച്ചു. ഈ 4-വരി പാതയിൽ ഡിവൈഡറുകൾ അങ്ങേയറ്റം മുതൽ വെങ്ങല്ലൂർ മുതൽ മങ്ങാട്ടുകവല വരെയുണ്ട്. എന്നാൽ PWD അധികാരികൾ അതിന് സാധാരണ ചെയ്യാറുള്ള പോലെ വെള്ളയും കറുപ്പും പെയിൻ്റ് അടിക്കുകയോ റിഫ്ലക്ടർ വെക്കുകയോ ചെയ്യാത്തത് ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇവിടെ ആക്സിഡൻ്റാണ്. ഇന്നും ഉച്ചയ്ക്ക് ഇവിടെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഇന്നലെ രാത്രിയിലാണ് ഒരു ഡിവൈഡറിൻ്റെ മുകളിലൊരു വലിയ വാഹനം വന്ന് കയറി. അപ്പോൾ നമ്മൾ ഈ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ PWD അതോറിറ്റിക്ക് ഇന്ന് നമ്മളൊരു നിവേദനം കൊടുക്കുകയാണ്. എത്രയും വേഗം പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനവും നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പിണ്ടിമന ഗ്രാമപഞ്ചായത്തിലെ ചെമ്മീൻകുത്ത് പെരിയാർ വാലി ഇറിഗേഷൻ പ്രോജക്ട് കനാൽ ബണ്ട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആം ആദ്മി പാർട്ടി പിണ്ടിമന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും സമ്മേളനവും നടത്തി. പ്രതിഷേധ യോഗം ആം ആദ്മി പാർട്ടി സംസ്ഥാന വക്താവ് ജോൺസൺ കറുകപ്പിള്ളിൽ ഉദ്ഘാടനം ചെയ്തു. പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് KS ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. പിണ്ടിമന ഗ്രാമപഞ്ചായത്തിലെ ചെമ്മീൻകുത്ത് പെരിയാർ വാലി ഇറിഗേഷൻ പ്രോജക്ട് കനാൽ ബണ്ട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആം ആദ്മി പാർട്ടി പിണ്ടിമന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗം AAP സംസ്ഥാന വക്താവ് ജോൺസൺ കറുകപ്പിള്ളിൽ ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ആ റോഡിന്റെ ശോചനീയാവസ്ഥ, പ്രത്യേകിച്ച് ചെമ്മീൻകുത്ത് മുതൽ അങ്ങ് നാടോടിപ്പാലം വരെയുള്ള പ്രദേശങ്ങൾ വളരെ ദുരിതപൂർണമായ അവസ്ഥയിലേക്ക് കിടക്കുകയാണ്. ഈ ടാറിങ്ങിന്റെ അവസ്ഥ നമുക്കറിയാം. ഒരു ടാറിങ് നടത്തിയാൽ കേവലം 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം കൂടുമ്പോൾ അത് തകർന്നു പോകുന്ന ഒരവസ്ഥയിലാണ് ഇന്നതുള്ളത്. ഈ അവസ്ഥയിൽ അതിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഇത്രയേറെ ആം ആദ്മി പ്രവർത്തകർ ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ പ്രവർത്തകരും പിണ്ടിമന ഗ്രാമപഞ്ചായത്തിലെ ആം ആദ്മിയുടെ പ്രവർത്തകരും
കടന്നു വന്നിട്ടുള്ള ഈ പ്രതിഷേധ പരിപാടി ഈ നാട്ടിലെ മുഴുവൻ ആളുകളും സംബന്ധിക്കണമെന്നും ഈ ജനകീയ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിലെത്തിപ്പെട്ട് പരിഹരിക്കപ്പെടുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടുവാനുള്ളത്. AAP പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് KS ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. ചെമ്മീൻകുത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി നാടോടി ജംഗ്ഷനിൽ സമാപിച്ചു. ജിജോ പൗലോസ്, വിജോയ് പുളിക്കൽ, സുരേഷ് കോട്ടപ്പടി, എൽദോ പീറ്റർ, രവി കീരമ്പാറ, ഷോജി കണ്ണമ്പുഴ, കുമാരൻ CK, സജി തോമസ്, MK രഘു എന്നിവർ പ്രസംഗിച്ചു. പാർട്ടിയിലേക്ക് പുതുതായി കടന്നു വന്നവർക്ക് അംഗത്വം നൽകുകയും കരിങ്കുന്നം ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി അംഗം വിജയിച്ചതിൽ മധുര വിതരണം നടത്തുകയും ചെയ്തു. നിരവധി ആം ആദ്മി പ്രവർത്തകർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഊർജ്ജ സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി വെണ്ടുവഴി ഗവൺമെന്റ് LP സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ ഉദ്ഘാടനം സ്കൂൾ ഹെഡ്മിസ്ട്രസ് ലിജി വി പോൾ നിർവഹിച്ചു. ബാവാസ് K കബീർ ഊർജ്ജ സംരക്ഷണത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. ഊർജ്ജ സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി വെണ്ടുവഴി ഗവൺമെന്റ് LP സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ ഉദ്ഘാടനം സ്കൂൾ ഹെഡ്മിസ്ട്രസ് ലിജി വി പോൾ നിർവഹിച്ചു. ബാവാസ് K കബീർ ഊർജ്ജ സംരക്ഷണത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. ഊർജ്ജം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റിയും ഊർജ്ജ സംരക്ഷണ രീതികളെപ്പറ്റിയും ക്ലാസ്സിൽ വിശദീകരിച്ചു. വിദ്യാർത്ഥികൾ ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണ പോസ്റ്ററുകൾ തയ്യാറാക്കി പ്രദർശിപ്പിച്ചു. ഊർജ്ജ സംരക്ഷണ റാലിയും സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ ബാനറിൽ ചായ മുക്കിയ കൈപ്പതിച്ച് ഊർജ്ജ സംരക്ഷണ പ്രതിജ്ഞയും എടുത്തു. ആതിര AG, അസ്ലി മുഹമ്മദ്, ഷഹാനമോൾ PM, തസ്തി മറിയം, ഷെബീന NM എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കരിങ്കുന്നം ഗ്രാമപഞ്ചായത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആം ആദ്മി പാർട്ടിയിലെ ബീന കുര്യൻ മെമ്പറായി സത്യപ്രതിജ്ഞ ചെയ്തു. കരിങ്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK തോമസ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. നിരവധി ആം ആദ്മി പാർട്ടി പ്രവർത്തകരും നേതാക്കളും സന്നിഹിതരായിരുന്നു. അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ബീന കുര്യൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെ മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂളിൽ പുരാവസ്തു പ്രദർശനം നടന്നു. പുരാതന കാലത്തെ വീട്ടുപകരണങ്ങൾ, ആയുധങ്ങൾ, നാണയങ്ങൾ, കറൻസികൾ, സ്റ്റാമ്പുകൾ എല്ലാം പ്രദർശനത്തിന് ഒരുക്കിയിരുന്നു. പുരാതന മനുഷ്യരുടെ ജീവിത രീതികളും മറ്റും ആധുനിക തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂളിൽ പുരാവസ്തു പ്രദർശനം നടന്നു. ജനുവരി 5, 6, 7 തീയതികളിലായി സ്കൂളിൽ നടക്കാൻ പോകുന്ന വാർഷികാഘോഷം, പൈതൃകം, നാടൻ കലാരൂപ പ്രദർശനം, പുരാവസ്തു പ്രദർശനം എന്നിവയുടെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടുള്ള സ്കൂൾ തല പുരാവസ്തു പ്രദർശനങ്ങളാണ് സ്കൂളിൽ ഒരുക്കിയത്. പുരാതന കാലത്തെ വീട്ടുപകരണങ്ങൾ, ആയുധങ്ങൾ, നാണയങ്ങൾ, കറൻസികൾ, സ്റ്റാമ്പുകൾ എല്ലാം പ്രദർശനത്തിന് ഒരുക്കിയിരുന്നു. പുരാതന മനുഷ്യരുടെ ജീവിത രീതികളും മറ്റും ആധുനിക തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂളിൽ ജനുവരി 5, 6, 7 തീയതികളിലായി പൈതൃകം, നാടൻ കലാ പ്രദർശനവും സ്കൂൾ വാർഷികാഘോഷവും നടത്തപ്പെടുന്നു. അതിനു മുന്നോടിയായി സ്കൂൾ കുട്ടികളുടെ പുരാവസ്തു കലാ പ്രദർശനമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടുകാലത്ത് മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപകരണങ്ങളെ ആധുനിക തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ ലക്ഷ്യം. മാനേജ്മെന്റ് അംഗങ്ങളായ TK സുന്ദരരാജൻ, TG പ്രഭാകരൻ, സ്കൂൾ പ്രിൻസിപ്പൽ VN സുരേഷ്, അധ്യാപക, രക്ഷാകർത്താക്കൾ എന്നിവർ പങ്കുചേർന്നു. മാനേജ്മെന്റ് അംഗങ്ങളായ TK സുന്ദരരാജൻ, TG പ്രഭാകരൻ, സ്കൂൾ പ്രിൻസിപ്പൽ VN സുരേഷ്, അധ്യാപകർ, രക്ഷാകർത്താക്കൾ എന്നിവർ പങ്കുചേർന്നു.
ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. നവകേരള യാത്രയ്ക്കിടെ തോമസ് ചാഴികാടൻ എംപിയോടുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ കൂടുതലായി ഒന്നും പ്രതികരിക്കാനില്ലെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി MP പറഞ്ഞു. നവകേരള യാത്രയ്ക്കിടെ തോമസ് ചാഴികാടൻ എംപിയോടുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ കൂടുതലായി ഒന്നും പ്രതികരിക്കാനില്ലെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി MP പറഞ്ഞു. മുഖ്യമന്ത്രി വിഷയത്തിൽ വിശദീകരണം നൽകിയിട്ടുണ്ടെന്നും കേരള കോൺഗ്രസിന്റെ ലക്ഷ്യം കർഷകരുടെ വിഷയങ്ങളിൽ ഇടപെടുക എന്നതാണെന്നും ജോസ് കെ മാണി ചെറുതോണിയിൽ പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനം നടത്തിയിരുന്നു. പത്രക്കാരെ ചോദിച്ചു. മുഖ്യമന്ത്രി വ്യക്തമായ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു, വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ധ്വനി ഇതിനകത്ത് എടുക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ ഞാനിപ്പം നവകേരള കോട്ടയം ജില്ലയുടെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇടുക്കിയിലേക്കാണ് വന്നിരിക്കുന്നത്. രാവിലെ തന്നെ ഇവിടെ ഇടുക്കിയിൽ നമ്മുടെ നേതൃത്വ യോഗം വിളിച്ചു കൂട്ടിയിരിക്കുന്നു. കർഷകരുടെ വിഷയം അതൊക്കെ ചർച്ച ചെയ്യാനാണ്. അപ്പോൾ പല വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിപ്പം നമ്മുടെ പ്രൊഫസറിൻ്റെ വിഷയത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി സർക്കാരിൻ്റെ അടുത്ത് മുഖ്യമന്ത്രി എടുത്ത് ചില നിർദ്ദേശങ്ങളൊക്കെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധിവരെ അത് പരിഹരിക്കാനായിട്ട് കഴിഞ്ഞു. നമ്മൾ ഈ പട്ടയത്തിൻ്റെ വിഷയത്തിൽ ഞങ്ങൾ എടുത്തിരിക്കുന്ന അത് അതിനകത്ത് നിയമ ഭേദഗതി വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് അതിന് നിയമ ഭേദഗതി നടത്തി. മാത്രമല്ല ഇപ്പോൾ എടുത്തിരിക്കുന്ന മുദ്രാവാക്യം തന്നെ ഉപാധിരഹിത സർവ്വസ്വതന്ത്ര ഭൂമി എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ വന്യമൃഗത്തിൻ്റെ കാര്യത്തിൽ അത് ആ വിഷയത്തിൽ അരിക്കൊമ്പനുമായി ബന്ധപ്പെടുത്തി അത് ബന്ധപ്പെടുത്തി മുന്നോട്ട് പോയപ്പോൾ അതിനുവേണ്ടി ഒരു ഉപരിതല കമ്മിറ്റി സെക്രട്ടറി ലെവലിൽ രൂപീകരിക്കണമെന്ന് രൂപീകരിച്ചു. അപ്പോൾ അത് ഈ കർഷകരുടെ വിഷയങ്ങൾ അത് ബഫർ സോണാകട്ടെ, അത് നമ്മുടെ പട്ടയത്തിൻ്റെ വിഷയമാകട്ടെ, വന്യമൃഗത്തിൻ്റെ വിഷയമാകട്ടെ, റബ്ബറിൻ്റെ വിഷയമാകട്ടെ, അപ്പോൾ ഇങ്ങനെ കർഷകരുടെ വിഷയങ്ങളൊക്കെ എപ്പോഴും കേരള കോൺഗ്രസ് ഏറ്റെടുക്കാറുണ്ട്. എവിടെയെങ്കിലും ഇടപെടാൻ പറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇടപെടാറുണ്ട്. അതിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന് മറ്റൊരു ബന്ധം കൊടുക്കേണ്ട ആവശ്യമില്ല. ജില്ലയിലെ കർഷകരുടെ വിഷയങ്ങളിൽ മുൻപും കേരള കോൺഗ്രസ് ഇടപെട്ടിട്ടുണ്ട്. ബഫർ സോൺ വിഷയത്തിലും വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണെങ്കിലും കേരള കോൺഗ്രസ് പാർട്ടി സമയബന്ധിതമായി ഇടപെട്ടിട്ടുണ്ടെന്നും തുടർന്നും കർഷകരുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുകയാണ് പാർട്ടിയുടെ ലക്ഷ്യമെന്നും ജോസ് കെ മാണി MP പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന പാസേജ് ആളുകൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നു. 2 മാസക്കാലത്തോളമായി പാസേജിന്റെ നിർമ്മാണം പാതി വഴിയിലാണ്. പുരുഷന്മാരുടെ ശൗചാലയത്തിന്റെ നിർമ്മാണവും നിലച്ചിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിൽ വരുന്ന ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിൽ പ്രവർത്തിക്കുന്ന ഉപ്പുതറ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ നിർമ്മാണ പ്രവർത്തനമാണ് ആളുകൾക്ക് തടസ്സമുണ്ടാക്കുന്നത്. 2 മാസങ്ങൾക്ക് മുമ്പ് നിർമ്മാണം ആരംഭിച്ച പാസേജും ശൗചാലയവും പാതി വഴിയിൽ നിലച്ച സ്ഥിതിയിലാണ്. ആശുപത്രിക്കുള്ളിൽ ചീട്ടെടുക്കുന്ന സ്ഥലത്തിനും ഫാർമസിക്കുമിടയിൽ പാസേജ് നിർമ്മിക്കാൻ മണ്ണിടിക്കുകയും ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. ഒപ്പം പുരുഷന്മാരുടെ ശൗചാലയത്തിന്റെ അറ്റകുറ്റപ്പണിയും ആരംഭിച്ചിരുന്നു. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കരാറുകാരന് സാധിച്ചിട്ടില്ല. ഇതോടെ നിരവധി രോഗികൾക്കാണ് നടക്കുന്നതിനും ആശുപത്രിയുടെ വിവിധ ബ്ലോക്കുകളിലേക്കുള്ള സഞ്ചാരത്തിനും തടസ്സമായിരിക്കുന്നത്. ശൗചാലയത്തിന്റെ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ പുരുഷന്മാരുടെ വാർഡിൽ ഏതാനും ശൗചാലയങ്ങൾ മാത്രമേ ഉപയോഗപ്രദമുള്ളൂ. ഒപ്പം പാസേജിന്റെ നിർമ്മാണം നടക്കുന്നിടത്ത് 2 ഭാഗത്തും കുഴിയെടുത്തിരിക്കുകയാണ്. ഇത് ആളുകൾ കാൽതെറ്റി വീഴുന്നതിന് കാരണമാകുന്നു. 2 മാസത്തോളമായി നിർമ്മാണം നിലച്ചിട്ടും ബന്ധപ്പെട്ട അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. ആദിവാസി തോട്ടം മേഖലയിലെ നിർധനരായ ആളുകളാണ് പ്രധാനമായും ആശുപത്രിയെ ആശ്രയിക്കുന്നത്. ആശുപത്രിയോട് അധികൃതർ കാണിക്കുന്ന ഈ വിമുഖത മേഖലയിലെ ജനങ്ങളോടുള്ള അവഗണനയാണെന്നും ആക്ഷേപമുണ്ട്. കഴിഞ്ഞ 3 മാസക്കാലമായി ഈ ആശുപത്രിയുടെ മുന്നിലൂടെയുള്ള പാസേജിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി വലിയ കാന വെട്ടി മൺതിട്ടകൾ സൃഷ്ടിച്ച് അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തുകയാണ്. എന്നാൽ മാസങ്ങളായിട്ടും ഈ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുവാൻ ബന്ധപ്പെട്ട കോൺട്രാക്ടറെ കൊണ്ടോ ബന്ധപ്പെട്ട അധികാരികൾക്കോ സാധിക്കാത്ത സാഹചര്യത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ ബന്ധപ്പെട്ട കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് ഈ പണികൾ പൂർത്തീകരിക്കാത്ത പക്ഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ ഗവൺമെൻറ് ആശുപത്രിയുടെ മുന്നിൽ ഏകദിന ധർണ അടക്കമുള്ള സമര മാർഗം സ്വീകരിക്കുവാനായിട്ട് പാർട്ടി തയ്യാറാവുമെന്ന് അറിയിക്കുന്നു. അടിയന്തരമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ജനങ്ങളുടെ ക്ലേശം പരിഹരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്.
ന്യൂസ് ബ്യൂറോ, ഉപ്പുതറ. തെക്കുംഭാഗം തോട്ടുപുറത്ത് TM ജോസഫിന്റെയും ഗ്രേസിയുടെയും മകൻ ജോസ് ടി ജോസ് നിര്യാതനായി. 36 വയസ്സായിരുന്നു. സംസ്കാരം 17/12/2023 ഞായർ ഉച്ചകഴിഞ്ഞ് 2-ന് തെക്കുംഭാഗത്തുള്ള ജിമ്മി ജോർജ് തോട്ടുപുറത്തിന്റെ വസതിയിൽ ആരംഭിച്ച് കല്ലാനിക്കൽ സെന്റ് ജോർജ് പള്ളിയിൽ. സഹോദരങ്ങൾ ഷിമ്മി UK, സെബാസ്റ്റ്യൻ ഓസ്ട്രേലിയ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. FSCTOയുടെ നേതൃത്വത്തിൽ ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തി. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TM ഹാജറ ഉദ്ഘാടനം ചെയ്തു. പാരാമെഡിക്കൽ കോർഡിനേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DMO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയനിലം നടത്തുന്ന അതിജീവന യാത്രയ്ക്ക് ഞായറാഴ്ച കോതമംഗലത്തും മൂവാറ്റുപുഴയിലും തൊടുപുഴയിലും സ്വീകരണങ്ങൾ നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിവൈഡറുകളിൽ റിഫ്ലക്ടറുകൾ ഘടിപ്പിക്കുകയും ഡിവൈഡറിൽ പെയിന്റിംഗ് നടത്തി അപകടകരമായ സാഹചര്യം ഒഴിവാക്കണമെന്ന് ആം ആദ്മി പാർട്ടി തൊടുപുഴ മുനിസിപ്പൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കരിങ്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആം ആദ്മി പാർട്ടിയിലെ ബീന കുര്യൻ മെമ്പറായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.